ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ ഹൃദയമിടിപ്പും, കണ്ണിറുക്കുകളും, ഓരോ ചുവടും, ഓരോ ശ്വാസവും ഒരു ടിക് ശബ്ദത്തിൽ നെയ്തെടുത്തതാണ്. ഒരു സെക്കൻഡ് നമുക്ക് അനുഭവവേദ്യമായ ഏറ്റവും ചെറിയ സമയഘടകം. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇതിന് ഈ പ്രത്യേക ദൈർഘ്യം? ആരാണ് ഈ ദൈർഘ്യം നിശ്ചയിച്ചത്? എന്തിനെ അവലംബിച്ചാണ് സമയത്തിൻ്റെ അടിസ്ഥാന ഘടകത്തെ നിർവചിച്ചിരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. സമയത്തിന് ഈ ചെറിയ ഘടകം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഏകോപനം ലോകത്തിന് സാധ്യമാകുമായിരുന്നോ? ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുമായിരുന്നോ? വിമാനങ്ങൾ, ട്രെയിനുകൾ, ബഹിരാകാശ ദൗത്യങ്ങൾ, എന്തിന് സെക്കൻഡ് എന്ന യൂണിറ്റ് ഇല്ലാതെ ഒളിമ്പിക്സ് പോലെയുള്ള കായിക മാമാങ്കങ്ങൾ നടക്കുമായിരുന്നു? സെക്കൻഡുകളുടെ ചരിത്രം അത്ര ലളിതമല്ല. അത് പൗരാണിക നാഗരികതകളിൽ തുടങ്ങി മധ്യകാല പണ്ഡിതരിലൂടെ ആധുനിക കാലത്തെ കുഞ്ഞൻ ആറ്റത്തിൻ്റെ ഉള്ളിൽ വന്നു നിൽക്കുന്നതാണ്. ഈ കഥ അറിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു യൂണിറ്റ് മാത്രമല്ല, മനുഷ്യൻ്റെ പ്രപഞ്ചവുമായുള്ള കരാറാണ്. ഈ വീഡിയോയിൽ നമുക്ക് സെക്കൻഡുകളുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും സംസാരിക്കാം. ഈ ചോദ്യത്തോടെ, വൈ എ സെക്കൻഡ് ഈസ് എ സെക്കൻഡ്? അതിനു മുൻപായി എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇത് തികച്ചും സൗജന്യമാണ്, എന്നാൽ എനിക്ക് അതൊരു മോട്ടിവേഷനാണ്. നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ ടൈം ട്രാവൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കുമല്ലോ. എന്നാൽ നിങ്ങൾ ടൈം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ മനസ്സിലായിക്കോളൂ, നാം എല്ലാവരും ടൈം ട്രാവലേഴ്സ് ആണ്. അതെ, നമ്മൾ സമയസഞ്ചാരത്തിലാണ്. 1 സെക്കൻഡ് അറ്റ് എ ടൈം. ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് എന്ന നിലയിൽ. കൂടെ തിരിച്ചു വരാത്ത ഭൂതകാലവും, എന്നാൽ എന്താണെന്നറിയാത്ത ഭാവിയും. സയൻസിൽ ടൈം എന്നത് ഒരു ഡയമെൻഷനാണ്, നീളവും വീതിയും പൊക്കവും പോലെ. സമയം എന്നത് ഒരു ഒഴുക്കാണ്, നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ഒഴുക്ക്. അത് ഭൂതകാലത്തു നിന്നും വർത്തമാനത്തിലേക്കും അവിടുന്ന് ഭാവിയിലേക്കും ഒഴുകുന്നു. ഓരോ സംഭവങ്ങളെയും അനുഭവങ്ങളെയും രൂപപ്പെടുത്തുന്നത് അതാണ്. മാറ്റങ്ങളുടെ ഈ ഒഴുക്കിനെ അളക്കാൻ നമുക്ക് ഒരു തോത് ആവശ്യമായിരുന്നു. ലോകത്തിന് ഒരു ക്രമം നിശ്ചയിക്കാൻ, ജീവിതത്തെ ഏകോപിപ്പിക്കാൻ, നിമിഷങ്ങൾക്ക് അർത്ഥം നൽകാൻ ഒരു റെഫറൻസായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു ഹൃദയസ്പന്ദനം. അതിലേക്കുള്ള അന്വേഷണങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നു. നമ്മുടെ ആദ്യ ഘടികാരം നമ്മുടെ ഭൂമി തന്നെയായിരുന്നു. ഭൂമിയുടെ ഒരു റൊട്ടേഷൻ നമുക്ക് ഒരു ദിവസം തന്നു. പുരാതന സംസ്കാരങ്ങൾ അവർക്ക് അവൈലബിൾ ആയ ടൂളുകൾ ഉപയോഗിച്ച് ദിവസത്തെ വിഭജിച്ചു. നിഴലുകളെ ഉപയോഗിച്ച് സൗരഘടികാരങ്ങൾ, അതുപോലെ ജലഘടികാരങ്ങൾ എന്നു തുടങ്ങി മണലും മെഴുകുതിരിയും ചന്ദനത്തിരിയും വരെ ഉപയോഗിച്ചു പോരുന്നു. പക്ഷേ മനുഷ്യർക്ക് സമയത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ വേണമായിരുന്നു. ആ ആവശ്യം മണിക്കൂറുകൾക്ക് ജന്മം നൽകി. എന്നാൽ അതിലും ചെറിയ അംശം കണ്ടുപിടിക്കപ്പെടാൻ ഇരിക്കുകയായിരുന്നു. ഇന്ന് സെക്കൻഡ് എന്നത് സർവ്വസാധാരണയായി കേൾക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ വാക്കിൻ്റെ ഉദ്ഭവം മധ്യ കാലഘട്ടത്തിലെ ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. സമയത്തിൻ്റെ ആദ്യ യൂണിറ്റ് മണിക്കൂർ ആയിരുന്നല്ലോ. മണിക്കൂറിനെ ആദ്യമായി 60 ഭാഗങ്ങളായി വിഭജിച്ചു. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് 60 ഭാഗങ്ങളാക്കിയത്? അതിന് നാം വിചാരിക്കുന്ന പോലെ ജോമെട്രിയോ മറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സാധനങ്ങളുമായിട്ടൊന്നും ബന്ധമുണ്ടായിരുന്നില്ല. പുരാതന സുമേറിയൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സെക്സാജെസിമൽ സിസ്റ്റം ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അത്
60 ബേസ്ഡ് ആയിട്ടുള്ള, അതായത് 60 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. ഇന്ന് സമയത്തെ കൂടാതെ ആംഗിൾസ്, ജോഗ്രഫിക്കൽ കോർഡിനേറ്റ്സ് എന്നിവയിലും ഈ സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആദ്യമായി മണിക്കൂറിനെ വിഭജിച്ചപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ എന്ന അർത്ഥത്തിൽ പാസ് മിനുട്ട പ്രൈമ എന്ന് വിളിച്ചു. അതാണ് മിനിറ്റ് ആയി മാറിയത്. പക്ഷെ അപ്പോഴും എന്തോ ഒരു ചെറിയ കുറവ് അനുഭവപ്പെട്ടു, പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക്. അവർക്ക് ഇതിലും ചെറിയ യൂണിറ്റ് വേണമായിരുന്നു. അങ്ങനെ അവർ ഇതേ സിസ്റ്റം ഉപയോഗിച്ച് മിനിറ്റിനെയും 60 ഭാഗങ്ങളായി വിഭജിച്ചു. അതിന് സെക്കൻഡ് ഡിവിഷൻ എന്ന അർത്ഥത്തിൽ പാസ് മിനുട്ട സെക്കൻഡ എന്ന് വിളിച്ചു. അതാണ് നാം ഇന്ന് വിളിക്കുന്ന സെക്കൻഡ് ആയി മാറിയത്. പക്ഷേ പ്രശ്നം ഇപ്പോഴും തീർന്നില്ല. സെക്കൻഡിന് ഒരു ഡെഫിനിഷൻ ഉണ്ടായി, എന്നാലും അതിനെ അളക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. കാലങ്ങളായി മനുഷ്യൻ കരുതിയിരുന്നത് ഭൂമിയുടെ കറക്കം മാറ്റമില്ലാത്ത പെർഫെക്റ്റായ എന്തോ ഒന്നാണ് എന്നായിരുന്നു. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചതോടെ ഇത് അങ്ങനെയുള്ള ഒന്നല്ല എന്ന് ബോധ്യമായി. ഉദാഹരണത്തിന്, വേലിയേറ്റങ്ങൾ ഭൂമിയുടെ വേഗത കുറയ്ക്കുന്നുണ്ട്. ഭൂമികുലുക്കങ്ങൾ ഭൂമിയുടെ മാസ് വ്യതിചലിപ്പിക്കുന്നുണ്ട്, അത് റൊട്ടേഷൻ സ്പീഡിനെ സ്വാധീനിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അന്തരീക്ഷത്തെ സ്വാധീനിക്കുന്നുണ്ട്, അതിലൂടെയും ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത വ്യത്യാസപ്പെടുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചൈനയിലെ 3 Gorges ഡാം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം പക്ഷേ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ, ആസ്ട്രോണമി, കമ്പ്യൂട്ടിംഗ് ഈ മേഖലകളിലെല്ലാം ഈ ചെറിയ വ്യത്യാസം വലിയ സ്വാധീനങ്ങൾ ചെലുത്തും. അങ്ങനെ ഭൂമി ഒരു നല്ല ടൈം കീപ്പർ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഭൂമിക്ക് 2 തരത്തിലുള്ള ചലനങ്ങൾ ഉള്ളതായി അറിയാമല്ലോ. ഒന്നാമത്തേത് റൊട്ടേഷനാണ്. അതിലൂടെ ഭൂമിക്ക് ദിവസങ്ങൾ ലഭിക്കുന്നു. രണ്ടാമതായി സൂര്യന് ചുറ്റുമുള്ള റെവല്യൂഷനാണ്. അതിലൂടെ നമുക്ക് വർഷങ്ങളും ലഭിക്കുന്നു. അതിനെ നമ്മളൊരു ട്രോപ്പിക്കൽ ഇയർ എന്നാണ് പറയുന്നത്. ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയത്തെ നിർവചിച്ചാൽ അത് കൃത്യമാകില്ല. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് വർഷമാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഒരു വർഷത്തെ ബേസാക്കി സമയത്തെ നിർവചിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത വർഷം 1900 ആയിരുന്നു. ആ വർഷത്തിന് അവരൊരു നിർവചനവും നൽകി. അതായത് 1900 365.2429879 ഡേയ്സ് എന്ന് നിർവചിച്ചു. അതിൻ്റെ ബേസിൽ സെക്കൻഡിന് അവർ പുതിയൊരു നിർവചനം നൽകി. ആ നിർവചനം ഇങ്ങനെയായിരുന്നു: എ സെക്കൻഡ് ഈസ് 1/31556,925.9747 topan year. അതായത് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 1900-ന്റെ 3,15,56,925.9747 ഒരു ഭാഗമാണ് എന്ന് ഡിഫൈൻ ചെയ്തു. ഈ ടൈം സ്കെയിലിനെ എഫെമെറിസ് ടൈം അഥവാ ET എന്ന് വിളിച്ചു. അപ്പോൾ ഓർക്കണം, ഇവിടെ സെക്കൻഡിന് പുതിയ ഒരു ഡെഫിനിഷൻ മാത്രമാണ് നൽകിയത്. സെക്കൻഡിൻ്റെ ഡ്യൂറേഷന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ രീതിയിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു. കാരണം അസ്ട്രോണമി പോലെയുള്ള മേഖലകളിൽ പ്രിസൈസ് ആയിട്ടുള്ള ടൈമിങ് അത്യാവശ്യമാണ്. ഭൂമിയുടെ റൊട്ടേഷൻ എന്ന പോലെ റവല്യൂഷനും എക്കാലവും സ്ഥിരമായി നിൽക്കണമെന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് അറിയാനും നമുക്ക് മാർഗമില്ലാതെ വരും. കാരണം ഭൂമിയുടെ റവല്യൂഷനെ അടിസ്ഥാനമാക്കി നാം സമയത്തെ നിർവചിച്ചു വെച്ചാൽ ഈ ഭൂമിയുടെ റെവല്യൂഷന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അത് അറിയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ യൂണിവേഴ്സലായി മാറ്റമില്ലാത്ത, പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും സ്വാധീനിക്കാനാവാത്ത എന്തെങ്കിലും ഒന്ന് വേണം ഇതിൻ്റെ റെഫറൻസായി എടുക്കാൻ. അപ്പോഴേക്കും ക്വാണ്ടം മെക്കാനിക്സ്, ആറ്റങ്ങളുടെ ലോകം നമുക്ക് മുൻപിൽ തുറന്നു തന്നിരുന്നു. അങ്ങനെ അതിലൊരു ആറ്റം, കൃത്യമായി പറഞ്ഞാൽ cesium-133 ആറ്റം നമ്മുടെ സമയ സൂചികയുടെ ആണിക്കല്ലായി മാറുകയായിരുന്നു.
ഈ സമയമായപ്പോഴേക്കും മെക്കാനിക്കൽ ക്ലോക്കുകൾ സർവ്വസാധാരണമായിരുന്നു. പെൻഡുലം ക്ലോക്കുകൾ, അവ ഏതാണ്ട് ദിവസത്തിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ കൃത്യമായി സമയം കാണിക്കുമായിരുന്നു. എന്നിരുന്നാലും ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, സയൻസ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രിസിഷൻ ടൈമിങ്ങിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമായി വന്നു. ക്വാണ്ടം മെക്കാനിക്സിലൂടെ ഒരു അത്ഭുത സത്യം വെളിപ്പെട്ടു വന്നു. ആറ്റങ്ങൾ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രപഞ്ചത്തിൽ എവിടെയും മാറ്റമില്ലാതെ ഇരിക്കും. ടെമ്പറേച്ചർ, പ്രഷർ, ഗ്രാവിറ്റി ഒന്നും തന്നെ അതിനെ സ്വാധീനിക്കില്ല. അങ്ങനെയെങ്കിൽ ആറ്റത്തിൻ്റെ വൈബ്രേഷൻ കൃത്യമായി അളക്കാൻ സാധിച്ചാൽ അതിൽ നിന്നും ഭൂമിയിലെ മറ്റ് എന്തിനേക്കാളും മെച്ചപ്പെട്ട ക്ലോക്കുകൾ നിർമ്മിക്കാൻ സാധിക്കും. അവിടെയാണ് CCM 133 കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് CCM? കാരണം അതിൻ്റെ ആറ്റോമിക് വൈബ്രേഷൻസ് എക്സ്ട്രീംലി സ്റ്റേബിൾ ആണ്, റീപ്രൊഡ്യൂസബിൾ ആണ്, എക്സ്ട്രാ ഓർഡിനറി പ്രിസിഷനിൽ അത് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. CCM 133 ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായി ഇൻ്ററാക്ട് ചെയ്ത് 2 ഹൈപ്പർ ഫൈൻ എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണുകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അവ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷൻ കൃത്യമായി മെഷർ ചെയ്താൽ ഈ ആറ്റത്തിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൃത്യമായി കൗണ്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ CCM ആറ്റത്തിൻ്റെ വൈബ്രേഷനെ അടിസ്ഥാനമാക്കി സെക്കൻഡിന് ഒരു പുതിയ ഡെഫിനിഷൻ നൽകി. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് CCM 133 ആറ്റത്തിൻ്റെ 919,26,31,770 വൈബ്രേഷൻസ് എന്ന് സ്ഥിരപ്പെടുത്തി. അങ്ങനെ 9192631770 എന്ന നമ്പർ ഫിസിക്സിൻ്റെ നിയമങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ കയ്യൊപ്പ് പോലെ എഴുതി ചേർക്കപ്പെട്ടു. അത് കാലത്തിനൊത്ത് മാറി മറിയുന്നില്ല. അതൊരു യൂണിവേഴ്സൽ മെട്രോണമാണ്. ഇത് സംഭവിക്കുന്നത് 1967 ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI സെക്കൻഡിന് ഒരു ലാസ്റ്റ് ഡെഫിനിഷൻ നൽകി. അതാണ് എ സെക്കൻഡ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് 9192631770 period of the radiation corresponding to the transition between the 2 hyperfine levels of the ground state of the CCM 133 atom. ഓർക്കുക, ഇവിടെയും ഡെഫിനിഷൻ മാത്രമാണ് മാറിയത്. സെക്കൻഡിൻ്റെ ഡ്യൂറേഷന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്ന് CCM ഉപയോഗിച്ചുള്ള അറ്റോമിക് ക്ലോക്കുകളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത്. ആറ്റോമിക് ക്ലോക്കുകളുടെ കൃത്യത ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ 1 സെക്കൻഡ് എന്ന വ്യത്യാസത്തിലാണ്. നിങ്ങൾക്കറിയാമോ, GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS-ലെ 1 മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസം ഏതാണ്ട് 300 മീറ്ററാണ്. അതുപോലെ ലോകമെമ്പാടുമുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ മൈക്രോ സെക്കൻഡുകളിലാണ് ടൈം സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത്. ഓർക്കണം, അതിൽ നമ്മുടെ ഗൂഗിൾ പേ വരെ ഉൾപ്പെടും. ഇൻ്റർനെറ്റ് സെർവറുകൾ, സ്പേസ് നാവിഗേഷൻ എല്ലാം ഈ പ്രിസിഷൻ ടൈം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആറ്റോമിക് ക്ലോക്കുകളില്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. CCM-ത്തെ കൂടാതെ റുബീഡിയം, ഹൈഡ്രജൻ പോലെയുള്ള ആറ്റങ്ങൾ ഉപയോഗിച്ചും ആറ്റോമിക് ക്ലോക്കുകൾ നിർമ്മിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും CCM പോലെ കൃത്യതയോ സ്റ്റെബിലിറ്റിയോ ഇല്ലായിരുന്നു. എന്നാൽ സ്ട്രോണിയം ഉപയോഗിച്ചുള്ള, അതായത് സ്ട്രോണിയം ഒപ്റ്റിക്കൽ ലാറ്റിസ് ക്ലോക്കുകൾ CCM-ത്തേക്കാൾ കൃത്യതയുള്ളതാണ് എന്ന് റിസർച്ചുകൾ തെളിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ നിലവിലുള്ള CCM ക്ലോക്കുകളെ സ്ട്രോണിയം ഒപ്റ്റിക്കൽ ലാറ്റിസ് ക്ലോക്കുകൾ റീപ്ലേസ് ചെയ്യുമായിരിക്കാം. 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്ന് ഒരു സംഖ്യ മാത്രമല്ല, അത് മാനവരാശിയുടെ പ്രകൃതിയുമായുള്ള ഉടമ്പടിയാണ്. ഒരു മാത്തമാറ്റിക്കൽ ഡിവിഷനായി ആരംഭിച്ച് അത് ഒരു ആറ്റത്തിൻ്റെ വൈബ്രേഷനിലൂടെ ഒരു ആസ്ട്രോണോമിക്കൽ മെഷർമെൻറ്റ് ആയി പരിണമിച്ചു. അത് പ്രപഞ്ചത്തിൻ്റെ താളമാണ്. ഇത്രയും സെക്കൻഡുകൾ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമസ്കാരം.